റോജായ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ച് താമര വിരിഞ്ഞു. അപ്പോൾ വന്ന ഒരു പ്രധാന ആരോപണമാണ് വോട്ട് മറിച്ചു എന്നുള്ളത്. കോൺഗ്രസ് പറഞ്ഞു CPM ആണെന്ന്, CPM പറഞ്ഞു കോൺഗ്രസ് ആണെന്ന്. പക്ഷെ ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ അപ്പോൾ സുരേഷ് ഗോപിക്ക് പോയി കിട്ടിയ വോട്ടുകളെല്ലാം തിരിച്ച് LDF പെട്ടിയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആരുടെ വോട്ടാണ് മറിഞ്ഞത്? ഉറപ്പല്ലേ? CPM BJP അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഡീൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണല്ലോ ഇപ്പൊ പുറത്തു വന്നത്. അതാണല്ലോ ഒരു പ്രധാന ചർച്ചാ വിഷയം തന്നെ ആയിരിക്കുന്നത്. അന്ന് കോൺഗ്രസ് വളരെ കൃത്യമായിട്ട് തന്നെ, പ്രത്യേകിച്ച് VD സതീശൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി ജയിപ്പിക്കുന്നതിന് CPM-നെ സമ്മർദ്ദത്തിലാക്കിയ തന്ത്രങ്ങളായിരുന്നു അന്ന് ഈ കരുവന്നൂർ ബാങ്ക് സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേതാക്കളെ ED വന്ന് ചോദ്യം ചെയ്യുന്നു, PC മൊയ്തീന്റെ വീട്ടിൽ കയറുന്നു, റെയ്ഡ് നടത്തുന്നു, ഭയങ്കര ഒരു ഭൂകമ്പം സൃഷ്ടിച്ചു. ആ ഭൂകമ്പം സൃഷ്ടിച്ചതിന് ശേഷം ഉണ്ടായ പിന്നാമ്പുറത്ത് നടന്ന ഡീലാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് കാരണമായി വന്നത്. അവിടെ എങ്ങനെയാണ് ഈ വോട്ടുകൾ മറിച്ചു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് മനസ്സിലായി. അതായത് CPM-ന്റെ ഈ BJP-യെ ഭയന്ന്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസികളെ ഭയന്ന് CPM വളരെ തന്ത്രപരമായ രീതിയിൽ അവരുടെ വോട്ടുകൾ മറിച്ചു കൊടുത്തുകൊണ്ടാണ് 75,000 വോട്ടിൽ പരം വോട്ടിന് സുരേഷ് ഗോപി ജയിക്കാനിടെ. ഏതാണ്ട് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ BJP-ക്ക് അവിടെ BJP-യിലേക്ക് ഒലിച്ചുപോയ വോട്ടുകൾ അത് വീണ്ടും LDF-ലേക്ക് തിരിച്ചു വന്നതായിട്ടാണ് ഈ മണ്ഡലങ്ങളിൽ കാണുന്നത്. അതായത് കേരളത്തിലെ ഒരു ജില്ലയിലും ഇല്ലാത്ത റിസൾട്ടാണ് തൃശ്ശൂരിൽ മാത്രം ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു 7 നിയമസഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷം നേടിയാണ് സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. അതാണ് അയാൾക്ക് 75,000 വോട്ടിന് അധികം ഭൂരിപക്ഷം കിട്ടി. പക്ഷേ അങ്ങനെ വലിയ ഓളം സൃഷ്ടിച്ച 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങളും ഇത്തവണ BJP 3-ാം സ്ഥാനത്താണ്. അപ്പൊ BJP-യുടെ അടിസ്ഥാന വോട്ടുകൾ കവിഞ്ഞുള്ള വോട്ടുകൾ വന്ന് CPM-ന്റെ പെട്ടിയിൽ നാരുന്നു എന്നുള്ളത് ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ്. നമ്മളതിന്റെ വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ ഓരോ മണ്ഡലത്തിൽ സുരേഷ് ഗോപി കിട്ടിയ വോട്ടും ഇപ്പോൾ കിട്ടിയ വോട്ടും കൂടെ ഒന്ന് നോക്കേണ്ടതാണ്. അതായത് സുരേഷ് ഗോപിയുടെ എഫക്റ്റ് ഒരു തരത്തിലും BJP-യെ സഹായിച്ചില്ല എന്ന്. ഒറ്റ ഉദാഹരണമാണ് തൃശ്ശൂർ നിയോജക മണ്ഡലം. ആ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ വലിയ തോതിൽ വലിയ ആനയെ ആമ്പാരി ആനയിച്ചു കൊണ്ടുവന്ന ഒരാളാണ് K. കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ അവിടെ ജയിപ്പിക്കും എന്നൊക്കെയുള്ള വലിയ പ്രതീതി സൃഷ്ടിക്കുകയും അവര് ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള വർഗീയത വരെ പത്മജ വേണുഗോപാൽ, ഒരു കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്ന മതേതര മുന്നണിയുടെ നേതാവിന്റെ മകൾ വന്നിട്ട് അവിടെ വലിയ കടുത്ത വർഗീയതയാണ് പറഞ്ഞത്. മേയർ ക്രിസ്ത്യാനി, DCC പ്രസിഡന്റ് ക്രിസ്ത്യാനി, അങ്ങനെ പരസ്യമായി വർഗീയത പറഞ്ഞ ആളിന് പോലും അവിടെ 3-ാം സ്ഥാനമേ വരാൻ പറ്റുള്ളൂ. അങ്ങനെ 3-ാം സ്ഥാനം മാത്രമല്ല, സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടിന്റെ പകുതി പോലും കിട്ടിയിട്ടില്ല. അപ്പൊ ആ വ്യത്യാസമാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ ഇത്തവണ സുരേഷ് ഗോപി കിട്ടിയ വോട്ടുകൾ ഞാനൊന്ന് പറയാം. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് 51,218 ഒല്ലൂര് 58,131, പുതുക്കാട് 61,640, മണലൂർ 63,401, നാട്ടിക 58,261, ഇരിങ്ങാലക്കുട 57,515, ഗുരുവായൂർ 53,522. ഈ തൃശ്ശൂർ, ഒല്ലൂർ, പുതുക്കാട്, മണലൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ സുരേഷ് ഗോപിക്ക് വളരെ വ്യക്തമായ വോട്ടുണ്ടായിരുന്നു. അവിടെ വന്നിട്ട് ഇത്തവണ വന്നപ്പോഴത്തേക്കാണ് അത് പകുതിയായി കുറഞ്ഞു, പലയിടത്തും അതിലും കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നോക്കിയാൽ തൃശ്ശൂര് 28,662 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്, പത്മജ കിട്ടിയത്. ഒല്ലൂര് 19,737, പുതുക്കാട് 28,018, മണലൂര് 32,125, നാട്ടിക 45,216, ഇരിങ്ങാലക്കുട 27,167, ഗുരുവായൂർ 22,947. 2 വർഷം മുമ്പ് പൂർണ്ണ ആധിപത്യം ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിലെ വോട്ടിംഗ് പാറ്റേണിനകത്ത് വന്ന മാറ്റങ്ങളാണ്. ഈ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇവര് 3-ാം സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. എല്ലായിടത്തും നാട്ടികയിൽ കിട്ടിയ വോട്ട് BJP വോട്ടല്ല, അത് CC മുകുന്ദൻ എന്ന് പറഞ്ഞ നേതാവിന്റെ വോട്ടും കൂടി ഉണ്ട്. അതന്നെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് സിറ്റിംഗ് MLA കാലുമാറി BJP-യിലേക്ക് പോയത്. അപ്പോ ഈ സുരേഷ് ഗോപി കിട്ടിയ 75,079 വോട്ടുകളുടെ ഭൂരിപക്ഷം, ഈ ഭൂരിപക്ഷം വോട്ടുകൾ എവിടെ പോയി? ഈ 2 വർഷം കൊണ്ട്
ഒന്ന് സുരേഷ് ഗോപിയുടെ ഉള്ള ആ മണ്ഡലത്തിലെ ആൾക്കാരുടെ ഒരു വെറുപ്പെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള വിയോജിപ്പോ ഒക്കെ തന്നെ ഇതിനകത്ത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. കാരണം കാര്യമായ ഒരു വികസനവും അവിടെ കൊണ്ടുവന്നിട്ടില്ല. ഈ മന്ത്രി എന്നുള്ള നിലയിൽ തന്നെ പരമപരാജയമായിരുന്നു എന്ന് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും നിലപാടുകളും ഒക്കെ തന്നെ ഒരുപക്ഷെ അത് സഹായിച്ചിട്ടുണ്ടാകും. ഇപ്പൊ BJP-യുടെ ഈ ഊതിപ്പെരുപ്പിച്ച കണക്കുകളുടെ ഈ കളികളൊന്നും തന്നെ കേരളത്തിലെ വോട്ടർമാർ, ഈ മണ്ഡലത്തിലെ വോട്ടർമാർ സ്വീകരിച്ചില്ല എന്നുള്ള ഒരു തെളിവാണ്. അപ്പോൾ അവിടാണ് ന്യായമായ രീതിയിൽ നമ്മൾ സംശയിക്കുന്നത് BJP CPM ഡീലുണ്ടായിരുന്നു. അതിന്റെ ചില ഒരു ഇതാണ്, ഈ സർക്കാർ ഭരിക്കുന്ന സമയത്താണ് തൃശ്ശൂർ പൂരം 2023 അവസാനം വന്നത് കലങ്ങിപ്പോകുന്ന സംഭവം ഉണ്ടായത്. പിന്നീടാണ് പിണറായി വിജയന്റെ ദൂതുമായിട്ട് ADGP MR അജിത് കുമാർ RSSന്റെ നേതാവ് ഹൊസബലയെ പോയി കാണുന്നു. ഇതവിടെ ഇങ്ങനെ ഈ ഡീലിന് വേണ്ടിയുള്ള കരുക്കൾ ഒരു 6-7 മാസം മുമ്പേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉണ്ടായി. BJP പതിവ് പോലുള്ള നാടകം വന്ന് CPM-നെ വരട്ടാൻ എന്നുള്ള മട്ടിൽ ED-യെ ഉപയോഗിച്ച്, ഇൻകം ടാക്സിനെ ഉപയോഗിച്ച് ചില നാടകങ്ങൾ നടത്തി. കഴിഞ്ഞതോടെ കരുവന്നൂർ ബാങ്ക് ഒരു വിഷയമേ അല്ല. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് ഒരു തരത്തിൽ പോലും സംസാരിക്കുക പോലും ചെയ്തില്ല. അതൊരു BJP-ക്ക് ഒരു തെരഞ്ഞെടുപ്പ് വിഷയം പോലും ആയിരുന്നില്ല. കരുവന്നൂരിലെ ജനങ്ങളുടെ പണം തട്ടിക്കൊണ്ടുപോയതിനെ കുറിച്ച് CPM-നെ എതിരെ പറയാൻ പോലും BJP തയ്യാറായില്ല. അപ്പൊ ഇവര് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇവിടെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാണല്ലോ ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ കൊണ്ടുപോയി BJP-ക്ക് കൊണ്ടുപോയി കാഴ്ചവെച്ചത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ വന്നിരിക്കുന്നത് CPM-ന്റെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 2 സീറ്റ് മൂന്ന് സീറ്റ് വിജയിച്ചു, 3 ഇടതുപക്ഷത്തിന്റെ സീറ്റുകളാണ് അടിച്ചത്. അപ്പം ഈ കോൺഗ്രസ്സുകാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത് വളരെ ശരിയാണ്. ഈ CJP അഥവാ CPM BJP അലയൻസ് ഉണ്ട് എന്നുള്ളതിന്റെ തെളിവുകളാണ് ഈ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നമ്മൾ കാണുന്നത്. ഇപ്പൊ സുരേഷ് ഗോപിക്ക് കൊണ്ടുപോയി വെള്ളിത്താരത്തിൽ വെച്ചു കൊടുത്ത സീറ്റായിരുന്നു തൃശ്ശൂര്. ആ തൃശ്ശൂര് ഇപ്പം അവരുടെ കാര്യം കഴിഞ്ഞു. അയാളെ അവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ഒരു MP-യെ ജയിപ്പിച്ചു വിടണം എന്നുള്ള BJP-യുടെ അല്ലെങ്കിൽ BJP-യുടെ കേന്ദ്ര നിലപാടിനോട് പിണറായി വിജയൻ പേടിച്ച് അത് അഡ്ജസ്റ്റ്മെന്റ് നടത്തി, അല്ലെങ്കിൽ CPM നേതാക്കന്മാരകത്താവും എന്നൊരു സ്ഥിതി സൃഷ്ടിച്ചിട്ടാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് നടത്തി സീറ്റ് വാങ്ങിച്ചെടുത്തത്. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ കള്ളത്തരം ഇപ്പൊ ഈ കേവലം 2 വർഷം കൊണ്ട് ഈ മാറ്റം നമ്മൾ കണ്ടു കഴിഞ്ഞു. എങ്ങനെയാണ് വോട്ടുകൾ പോവുകയും CPM-ൽ നിന്ന് പോയ അല്ലെങ്കിൽ ഇടതുപക്ഷത്തു നിന്ന് പോയ വോട്ടുകൾ വീണ്ടും തിരിച്ച് വന്നിരിക്കുക. കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തിന് സീറ്റ് കിട്ടിയ ജില്ലകളിലൊന്ന് തൃശ്ശൂരാണ്. 9 സീറ്റുകൾ അവിടെ നിന്ന് കിട്ടുകയുണ്ടായി. അപ്പം ഈ അഡ്ജസ്റ്റ്മെന്റുകൾ എന്ന് പറയുന്നത് ജനങ്ങൾ സംശയിച്ചതിനകത്തും തെളിവ് സഹിതം അന്നത്തെ പ്രതിപക്ഷം പുറത്തു പറഞ്ഞതും എല്ലാം ഇപ്പൊ ഏതാണ്ട് ശരിയായി വന്നിരിക്കുകയാണ്. കാരണം അന്ന് ഈ പൂരം കലക്കാൻ കൂട്ടുനിന്ന പോലീസുകാർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിന് ഉത്തരവാദികളെ ഈ സർക്കാർ ശിക്ഷിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തില്ല. CPI കിടന്ന് ബഹളം ഉണ്ടാക്കി, പക്ഷെ ഒരു റിയാക്ഷനും ഉണ്ടായില്ല. അതേപോലെ തന്നെയാണ് CPM-ന് ബദലായിട്ട് BJP ചെയ്തു കൊടുത്ത സേവനമാണ് കരുവന്നൂർ കേസിനകത്ത് അന്വേഷണമൊക്കെ അട്ടിമറിച്ച് കൈ കൊടുത്ത് പ്രതികളെ രക്ഷിച്ചു വിടുകയും ചെയ്തു. ജനങ്ങളുടെ കാശ് പോയത് മാത്രം മിച്ചം. അപ്പം ഈ അഡ്ജസ്റ്റ്മെന്റുകൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി CPM നേതാക്കൾ, പ്രത്യേകിച്ച് പിണറായി വിജയൻ ചെയ്തു എന്ന് തെളിയിക്കുന്ന റിസൾട്ടാണിത്. കാരണം ഇത് പുറത്തു പറയാൻ CPIക്ക് ഇപ്പോഴും ധൈര്യമായിട്ടില്ല. ഈ ചോർന്നു പോയ വോട്ടുകൾ തിരിച്ചു വന്നു എന്ന് CPIക്ക് പറയാൻ ധൈര്യമില്ല. അല്ലെങ്കിൽ കാരണം CPM-ന്റെ വോട്ടുകളാണ് അങ്ങോട്ട് മറിഞ്ഞു ഒഴുകിപ്പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം നിൽക്കുകയാണ്. പിന്നെ അതിനെക്കാട്ടിലും ഇവിടെ ഇത്തവണ മത്സരിക്കാൻ വന്നപ്പം BJP-യുടെ B ഗോപാലകൃഷ്ണൻ പോലെ പറഞ്ഞു, ഗുരുവായൂരപ്പൻ ഇരിക്കുന്ന സ്ഥലത്ത് ഇന്ന് വരെ ഒരു ഹിന്ദുവിനെ തെരഞ്ഞെടുത്ത് വർഗീയത പറയുകയാണ്. അവിടെ അത്ര വലിയ കൊടുമ്പിരി കൊണ്ട വർഗീയത പറഞ്ഞിട്ട് പോലും അയാൾക്ക് കിട്ടിയത് കേവലം 22,947 വോട്ടാണ്. അവിടെ 2 മുന്നണികളുടെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ച 2 മുസ്ലിങ്ങളാണ്. ഒന്ന് NK അക്ബറാണ് CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച. അദ്ദേഹത്തിന് 66,069 വോട്ടും. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച CH റഷീദാണ്. അദ്ദേഹത്തിന് 64,071 വോട്ടുമാണ് കിട്ടിയത്. 1998 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് CPM-ലെ NK അക്ബർ ജയിക്കുകയും ചെയ്തു. അപ്പം ഈ ഗോപാലകൃഷ്ണന്റെ ഈ അതിവർഗീയത അവിടെ ഒന്നും ജനങ്ങൾ പരിഗണിച്ചു പോലും ഇല്ലെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പൊ കേരളം പോലൊരു സ്ഥലത്ത് നിങ്ങൾക്ക് വർഗീയത പറഞ്ഞ് BJPക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല എന്ന് ഗുരുവായൂരിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. അല്ല, അതുകൊണ്ടാണല്ലോ അവർ CPM ഇത്തരത്തിലുള്ള ഡീലുകളൊക്കെ ഉണ്ടാക്കുന്നത്. അത് തന്നെ ഈ BJPക്ക് വർഗീയത പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റാത്തപ്പോഴാണ് CPM-ന് ഭരണകക്ഷിയായിരുന്ന CPM-നെ കഴുത്തിന് പിടിച്ചിട്ടാണ് അവര്
ഈ പിന്നെ വോട്ട് മാറ്റങ്ങൾ നടത്തുകയും അവരുടെ കാര്യസാധ്യങ്ങൾ നടത്തുകയും ചെയ്തു. BJP സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കേരളത്തിൽ നിന്ന് ഒരു ബാലികേറാമലയായ സ്ഥലത്ത് അവർക്കൊരു MP ഉണ്ടാവണമെന്നുള്ള അവരുടെ ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടിയാണ് ഒരു വർഷം 2 വർഷം സുരേഷ് ഗോപി അവിടെ ക്യാമ്പ് ചെയ്ത് ഈ സിറ്റുവേഷൻസ് ഉണ്ടാക്കി. അതിന് മേമ്പൊടിയായിട്ടാണ് ഇവിടെ കേരളം ഭരിച്ച പിണറായി വിജയന്റെ സർക്കാർ വേണ്ട ഒത്താശകൾ BJP ചെയ്തു കൊടുക്കുകയും അവർക്ക് വോട്ടും മറിച്ചു കൊടുത്തു. നേരെ ഇരട്ടി വോട്ടുകളാണ് പിന്നെ അന്ന് ഇവിടുന്ന് മറിഞ്ഞു പോയത്. അതൊക്കെ തന്നെ വീണ്ടും CPM-ലേക്ക് തിരിച്ചു വന്നു. ഇത്തവണ CPM-നെ BJP-യെ സഹായിച്ചാൽ അവർക്ക് ഭരണം കിട്ടത്തില്ല എന്നുള്ളത് അറിയാം. അതുകൊണ്ട് അവരുടെ വോട്ടുകൾ തന്നെ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിച്ചു. അതിന്റെ നേട്ടം അവർക്ക് ഉണ്ടാവുകയും ചെയ്തു. പിന്നെ BJP-യെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തട്ടിപ്പാണെന്ന് ഓരോ തവണയും ഇതേപോലെ തട്ടിപ്പ് നടത്തിയല്ലാതെ ജനങ്ങളുടെ പിന്തുണ വാങ്ങിച്ച് അവർക്ക് ജയിക്കാൻ പറ്റത്തില്ല എന്ന് തെളിഞ്ഞു. നമ്മൾ അവിടെ തൃശ്ശൂർ കോർപ്പറേഷനകത്തും BJP-യുടെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരുന്നു. കാര്യമായ ഒരു പുരോഗതിയും അവർക്ക് അവിടെ സുരേഷ് ഗോപി ജയിച്ചിട്ട് തന്നെ 1 വർഷം 1.5 വർഷം ആയപ്പോഴാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അപ്പം പോലും കാര്യമായ പുരോഗതി ഉണ്ടാക്കാൻ കഴിയില്ല. അത് CPM BJP അലയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ BJP അധികാരത്തിലേക്ക് വരാനോ അല്ലെങ്കിൽ 4 സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാനോ കഴിയത്തുള്ളൂ. അത് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അത് നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ഈ നടന്ന പിന്നെ കഴക്കൂട്ടത്തെയും നേമത്തെയും വിജയത്തിന്റെ പിന്നിലും ഏതാണ്ട് അത് തന്നെയാണെന്ന് ഉറപ്പാണ്. കാരണം ഇത് രണ്ടും ഇടതുപക്ഷത്തിന്റെ സീറ്റുകളാണ്, അല്ലെങ്കിൽ CPM-ന്റെ സീറ്റാണ് തിരുവനന്തപുരം ജില്ലയിൽ പിടിച്ചുകൊണ്ട് പോയത്. പിന്നെ ഒന്ന് ചാത്തന്നൂർ ഉള്ളത് CPI-യുടേത്. അപ്പൊ ഇവര് തമ്മിൽ രക്ഷപ്പെടലിന് വേണ്ടി ഇവർ തമ്മിൽ ഡീൽ ഉണ്ടായിരുന്നു എന്നുള്ളതും കോൺഗ്രസിനെ ഒഴിവാക്കുക എന്നുള്ളതും കോൺഗ്രസ് മുക്ത കേരളം എന്നുള്ളത് ഇവരുടെ രണ്ടുപേരുടെ അജണ്ടയായിരുന്നു എന്നുള്ളത് തെളിഞ്ഞ ഒരു സംഭവമാണ് ഈ തൃശ്ശൂർ ഇലക്ഷൻ.